നടൻ ടിനി ടോമിനടക്കം എതിരെയുള്ള പരാതിയിൽ നടി അൻസിബയെ കേൾക്കാൻ താരസംഘടനയായ അമ്മ ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നേരിട്ടെത്താനാണ് നിർദ്ദേശം. തെളിവുകൾ ഉണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നുണ്ട്. സഹിൻ, എവിടെ അൻസിബയുടെ പരാതി? ഞങ്ങളാരും അൻസിബയുടെ പരാതി കേട്ടിട്ടില്ല. പൊട്ടിമുളച്ചൊരു പരാതിയാണ് ഇത് തുടങ്ങി അൻസിബയ്ക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചവരായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കുറച്ച് അധികം ആളുകൾ. ഈ അമ്മയുടെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞത്. ഇതിലിപ്പോൾ അൻസിബ നിലപാട് അറിയിച്ചിട്ടുണ്ടോ? അൻസിബ എത്തുമോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുന്നിൽ? എന്തൊക്കെയാണ് അമ്മയ്ക്കുള്ളിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? സഹീൻ. സേതു, അൻസിബയുടെ നിലപാട് ഇതുവരെ വ്യക്തമായിട്ടില്ല. അതേസമയം അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുൻപേ അൻസിബയെ കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ അൻസിബയ്ക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മുന്നിൽ ഹാജരാകാം. തെളിവുകളുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുന്നിൽ കൊടുക്കാമെന്നുള്ളതാണ്. ടിനി ടോമിനടക്കം എതിരെയുള്ള പരാതികളാണ് അത് പരിഗണിക്കുക. പ്രത്യേകിച്ചും തന്നെ ടിനി ടോം വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു അൻസിബയുടെ പരാതിയായിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല പല മോശം പദപ്രയോഗങ്ങളും തനിക്കെതിരെ നടത്തിയിരുന്നു. കൂടാതെ തന്നെ ഒരു മോശപ്പെട്ട സ്ത്രീയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു പരാതി കൂടി അൻസിബയ്ക്കുണ്ടായിരുന്നു. ഈ പരാതിക്കൊക്കെ തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കാമെന്നുള്ളതാണ്. അതേസമയം തന്നെ ടിനി ടോമിനെതിരെ നടി മാലാ പാർവതി കൂടാതെ മറ്റ് ചില ആളുകളും രംഗത്ത് വന്നിരുന്നു. ടിനി ടോം അൻസിബയെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു, ഒരു തീവ്രവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു പല ആളുകളുടെയും പരാതിയായിട്ട് ഉണ്ടായിരുന്നത്. ആ പരാതിയിലൊക്കെ വലിയ പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അൻസിബയ്ക്ക് കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എക്സിക്യൂട്ടീവിലെ മറ്റൊരംഗം അൻസിബയെ ഇത്തരത്തിൽ ടിനി ടോം പരാമർശിക്കുന്ന കാര്യം ഫോണിൽ വിളിച്ച് തന്നെ കേൾപ്പിച്ചു കൊടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തെളിവുകളായി പരിഗണിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നീനാക്കുറുപ്പ് അടക്കമുള്ള ആളുകൾ അൻസിബയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. നീനാക്കുറുപ്പ് അൻസിബയ്ക്കെതിരെ ടിനി ടോം പറയുന്നത് കേട്ടിരുന്നു. അത് പിന്നീട് പരാതിയായി പറഞ്ഞിരുന്നു. നീനാക്കുറുപ്പിൻ്റെ പരാതിയിലും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതേ പരാതി തന്നെയാണ് അൻസിബയും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെളിവുകളെയും സാക്ഷികളെയും ഹാജരാക്കാൻ അൻസിബയ്ക്ക് കഴിയുമെന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഈ അൻസിബ ഇനി എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും അതിന് അപ്പോൾ അമ്മ നേരിട്ട് അമ്മയുടെ ഒരു മകളെ, പരാതി ഉന്നയിച്ച മകളെ കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അൻസിബയെ കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.